ഹലോ നമസ്കാരം മക്കളെ. അപ്പൊ നമ്മുടെ കെമിസ്ട്രി എക്സാമിന്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുമായിട്ട് ഇതാ മക്കളെ ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞു, അടുത്ത സെറ്റുമായി ഇതാ സെറ്റാക്കാൻ വന്നിരിക്കുന്നു മക്കളെ. ഇതും അതുപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് അവർക്ക് തന്നെ ബോറടിക്കൽ തുടങ്ങിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിടയിൽ ഒരു 15 മിനിറ്റോളം വരുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും 100%, 200% ഉറപ്പാണ്. ഓക്കെ, പ്രിപ്പറേഷൻ തകൃതിയായി നടക്കട്ടെ, നല്ല ചൂടോടെ നടക്കട്ടെ. പ്രിപ്പറേഷൻ എങ്ങനെ നടക്കണം? പ്രിപ്പറേഷൻ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ ചൂടോടെ നടക്കട്ടെ മക്കളെ. ബെൻസീൻ ഉണ്ടാവേ റെഡ് ഹോട്ട് അയൺ ട്യൂബ് കണ്ടു കഴിഞ്ഞാൽ ബെൻസീൻ ഉണ്ടാവും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഓരോ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ആ കോമ്പൗണ്ടിൽ ഓരോരുത്തരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം അല്ലേ. റൂൾസ് ആയിട്ടൊന്നും ഓർത്ത് വെച്ച് കാണാപ്പാടം പഠിക്കണ്ട, പക്ഷേ ഈ റൂൾസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇത് ചെയ്യണമെങ്കിൽ ഈ റൂൾസ് അറിഞ്ഞിരിക്കണം. ഒന്ന്, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൾ എലമെന്റ്സ് ഫ്രീ സ്റ്റേറ്റ് കമ്പൈൻഡ് സ്റ്റേറ്റ് ഈസ് 0. ഇപ്പം നോക്കി, H ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, 0 ആയിരിക്കും അല്ലേ. പിന്നെ Cl 0 ആയിരിക്കും. ഒരാൾ മാത്രമുള്ളെങ്കിൽ അതെന്തായാലും 0 ആയിരിക്കും. ഇനി H2O അതിൻ്റെ മൊത്തം ചാർജ് നോക്കുമ്പോൾ അതും 0 ആയിരിക്കും. ഒരു ന്യൂട്രൽ മോളിക്യൂളിൻ്റെ ചാർജും എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ കേട്ടോ, രണ്ടും പറയാം, ഒക്കെ 0 ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇത് H2 ആയിരിക്കും കേട്ടോ. ഇവിടെ H2 എന്നുണ്ടാവേ, H2 Cl2 അങ്ങനെ നിൽക്കുള്ളൂ, അതിൻ്റെയൊക്കെ 0 ആയിരിക്കും. ഇങ്ങനത്തെ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളൊക്കെ 0 ആയിരിക്കും. അയാളുടെ മുകളിൽ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അവരതൊക്കെ 0 ആയിരിക്കും. ഓക്കെ, അടുത്തത്, ഇനി ഏതെങ്കിലും അയോൺ ഉണ്ടെങ്കിൽ കണ്ടോ, Na+, Ca2+, എന്താണോ ഇതിൻ്റെ മുകളിലുള്ള ചാർജ് അതായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഇപ്പോൾ Cl- എന്നുണ്ട് കൊണ്ടിരിക്കോ, മൈനസ് അല്ലേ മുകളിലുള്ളത്, അപ്പം -1 ആയിരിക്കും. ഒറ്റ മൈനസ് അല്ലേ ഉള്ളൂ, അപ്പം -1. ഇനി അടുത്ത് Ca2+ ഉണ്ടെന്ന് വിചാരിച്ചോ, 2+ അല്ലേ, അപ്പോൾ +2 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. Al3+ ഉണ്ടെന്ന് വിചാരിക്കോ, +3 അല്ലേ, അപ്പോൾ +3 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. എന്താണ് അയോൺ ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ചാർജ് കൊടുക്കണം, അതായിരിക്കും അതിൻ്റെ എന്ത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ്. നെക്സ്റ്റ്, ഇനി കുറച്ച് ആളുകളുണ്ട് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് വേറെ ആരെങ്കിലും കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ, ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 0. ഇനി വേറെ ആരെങ്കിലും കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +1 ആയിരിക്കും. ആരൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ്? H ലീനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ടാണ്, ബെസ്റ്റി കേട്ടോ. ലീനേൻ്റെ ബെസ്റ്റീൻ്റെ പേരാണ് റോബർട്ട് കേട്ടോ. H ലീനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട് കേട്ടോ. റോബർട്ടും ക്ലോസ് ഫ്രണ്ടൊന്നും നിങ്ങൾക്ക് വേണ്ട, H ലീനയ്ക്ക് എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇവരൊക്കെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ +1 ആയിരിക്കും. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ആളുകളാണ്. സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ +2 ആയിരിക്കും. മറ്റേ +1, ഇത് +2. ആരൊക്കെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആളുകൾ? ആരൊക്കെ? മഗ്നീഷ്യം, കാൽസ്യം, ബെർലിയം, ബേരിയം എന്നൊക്കെയാണ് അല്ലേ. കാലത്തെ മാഗി മഗ്നീഷ്യം, കാലത്തെ കാൽസ്യം. റെഡിയാണെങ്കിൽ റേഡിയാണ്, അത് നിങ്ങൾക്ക് വേണമെന്നില്ല. നമ്മളെല്ലാവരും വെരി സ്ട്രോങ് ആകും. കാലത്ത് തന്നെ മാഗി റെഡിയാണെങ്കിൽ നമ്മളെല്ലാവരും വെരി സ്ട്രോങ് ആകും. അതാണ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് കേട്ടോ. കാലത്തെ കാൽസ്യം, മാഗി, മഗ്നീഷ്യം, ബെർലിയവും ബേരിയവും കേട്ടോ. അവരൊക്കെ വെള്ളപ്പം കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അവരുടെ ഓക്സിജൻ നമ്പർ +2 ആയിരിക്കും. ഇനി ഓക്സിജൻ നമ്പർ ഓഫ് ഓക്സിജൻ്റെ കോമൺ ഓക്സിജൻ നമ്പർ -2 ആണ്. വാലൻസി -2 ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ നമ്പർ അത്രയായിരിക്കും വരിക. പക്ഷേ ഓക്സിജനിൽ ചില പ്രത്യേകതകളുണ്ട്. ഇത്തരം കോമ്പൗണ്ട്സ് വരുമ്പോൾ ഓക്സിജൻ നമ്പർ -2 അല്ല, വ്യത്യാസമുണ്ട്. ആരൊക്കെയാണ്? H2O2 പെറോക്സൈഡ് വരുമ്പോൾ, KO2 ഏതെങ്കിലും ഒരു മെറ്റലും അതിൻ്റെ ഓക്സിജനും, അതായത് നമ്മുടെ സൂപ്പർ ഓക്സൈഡ് എന്നാണ് ഇങ്ങനെ ഇതിനെ പറയാം. സൂപ്പർ ഓക്സൈഡ് വരുമ്പോൾ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. പിന്നെ ഫ്ലൂറിൻ്റെ ഒപ്പം വരുമ്പോൾ OF2, O2F2 കേട്ടോ. ഓക്സിജൻ ഡൈഫ്ലൂറൈഡും ഓക്സിജൻ ഡൈഫ്ലൂറൈഡും ഇവരൊക്കെ വരുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിജൻ നമ്പർ -2 അല്ല, മാറ്റം വരും. എങ്ങനെ അതിൽ ഓക്സിജൻ നമ്പർ കണ്ടുപിടിക്കാമെന്ന് അറിയോ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്സിജൻ അവസാനമല്ലേ, രണ്ടാമതല്ലേ ഇതിലുള്ളത്? രണ്ടാമതാണെങ്കിൽ -2 കൊടുക്കുക. ഫസ്റ്റാണ് ഓക്സിജൻ എങ്കിൽ +2 കൊടുക്കണം. എന്നിട്ട് ഓക്സിജൻ്റെ ഒപ്പം ഹൈഡ്രജൻ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 അല്ലേ, അപ്പോൾ 2 ഡിവൈഡ് ബൈ ഓക്സിജൻ എത്ര ഉണ്ട്? 2 -1 ആയിരിക്കും ഇതിൽ ഓക്സിജൻ്റെ ഓക്സിജൻ നമ്പർ. എല്ലാതും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റതൊക്കെ ഇതിൻ്റെ മാത്രം, ഈ 4 മാത്രമേ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഓക്സിജൻ്റെ അങ്ങനെ കണ്ടുപിടിക്കരുത്, ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, ഓക്സിജൻ രണ്ടാമത്, അപ്പം മൈനസ്. ഓക്സിജൻ്റെ ഒപ്പമുള്ള എന്താണ്? പൊട്ടാസ്യം 1 അല്ലേ ഉള്ളൂ, അപ്പോൾ 1. ഓക്സിജൻ എത്ര ഉണ്ട്? ഡിവൈഡ് ബൈ ഓക്സിജൻ എത്ര ഉണ്ട്? 2 -1/2. നെക്സ്റ്റ് OF2 ഒന്നാമതല്ല ഓക്സിജൻ, അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. ഒന്നാമതാണെങ്കിൽ പ്ലസ്. ഓക്സിജൻ്റെ ഒപ്പം എത്ര ആളുണ്ട്? ഫ്ലൂറിനാണ് 2 ഉണ്ട്, അപ്പോൾ +2 ബൈ ഓക്സിജൻ എത്ര ഉണ്ട്? 1, അപ്പോൾ +1 +2 അല്ലേ. ഇനി അടുത്തത്
ഇതപ്പോൾ എത്ര ആയിരിക്കും വരിക? +1 ആയിരിക്കും വരിക. നിങ്ങൾ സംശയം കൂടി ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് -1 -1/2 +2 +1. ഓക്കെ, പെട്ടെന്ന് കിട്ടിയല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏത് വന്നാലും പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, അതിൻ്റെ പേരും കൂടി ഓർത്ത് വെച്ചോ, പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും. നെക്സ്റ്റ്, അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ, ഇതല്ലാത്ത ബാക്കിയുള്ളതിലൊക്കെ എന്തായിരിക്കും? -2 ആയിരിക്കും. ഇതല്ലെങ്കിൽ ഇത്രയായിരിക്കും, ഇതല്ലെങ്കിൽ ഇതാണെങ്കിൽ -2 ആയിരിക്കും. നെക്സ്റ്റ്, ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പിലെ. അയ്യോ ബ്രോ ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു. ഇതാണ് എന്ത്? നമ്മുടെ ഹാലജൻസ് കേട്ടോ. ഹലോ എന്ന് പറഞ്ഞു, ഹലോ ബ്രോ, അയ്യോ ബ്രോ ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു കേട്ടോ. അപ്പോൾ അയ്യോ, അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ കേട്ടോ, ഇവരൊക്കെയാണ് ഹാലജൻസ്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓക്സിജൻ നമ്പർ എത്രയായിരിക്കും? -1 ആയിരിക്കും. നെക്സ്റ്റ്, അലുമിനിയത്തിൻ്റെ ഓർത്ത് വെച്ചോ, അലുമിനിയത്തിൻ്റെ +3 കേട്ടോ. അലുമിനിയത്തിൻ്റെ അലുമിനിയം ഏലല്ലടാ, അതിൻ്റെ അറ്റോമിക് നമ്പർ ആയി തന്നെ ഉണ്ട് 1 3. അതായത് ഇതിലൊരു 3 വരല്ലേ, അപ്പം 3, ഇതൊന്നും 1 3. കാണണം, അങ്ങനെ കാണാൻ പറ്റണം. അങ്ങനെ കാണുമ്പോഴേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ മക്കളെ. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ്റെ പിന്നെ എത്രയാണ്? +1 ആണ്, കാരണം ഒന്നാമത്തെ ഗ്രൂപ്പാണ്. പക്ഷേ ഒരു വ്യത്യാസം, ഹൈഡ്രജന് ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട് കേട്ടോ. NaH ഉണ്ട്. NaH വരുന്ന സമയത്ത് -1 ആയിരിക്കും കേട്ടോ. NaH വരുമ്പോൾ ഹൈഡ്രജൻ്റെത് -1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കല്ലേ. ഇതാ ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. എങ്ങനെയാണ് ചോദ്യം? ഇതാ കണ്ടോ, CR, ഇതിലുള്ള CRൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ CRൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ലല്ലോ, നമുക്ക് ഒരാളുടെ കണ്ടുപിടിക്കണം. ഒറ്റ ആളുടേതാണ് കേട്ടോ, ഒറ്റാളുടെ ചാർജാണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞ സത്യത്തിൽ. അപ്പോൾ CRൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ X എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ചാർജ് ഉണ്ടോ? ഈ K2Cr2O7 വല്ല ചാർജ് മുകളിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് 0 ആക്കി എടുക്കണം. മൊത്തം ചാർജ് കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ Kൻ്റെ നമുക്കറിയാം, ഒരു Kൻ്റെ ചാർജ് എത്ര, ഒരു ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1. ഒന്നാമത്തെ ഗ്രൂപ്പിലല്ലേ, അപ്പോൾ +1. അങ്ങനത്തെ എത്ര K ഉണ്ട്? 2 K ഉണ്ട്. അപ്പോൾ 1 × 2 പ്ലസ് X അല്ലേ, അപ്പോൾ X ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? X 2 അല്ലേ, CR 2 അല്ലേ, അപ്പോൾ 2X × 2 -2. കാരണം എന്താ? ഒരു ഓക്സിജൻ്റെ -2 ആ. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ = 0 എന്ന് കിട്ടണം. ഇതൊന്ന് Xൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. X = -14 +14 ആവും. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും. 12 എന്ന് വരും, 2X ഉണ്ടാവും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? X = 6 എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ പിന്നെ നമ്മൾ ചെയ്ത് മടുത്ത സാധനം അല്ലേ. മാത്സിൽ ഇഷ്ടം പോലെ തവണ ചെയ്ത് അങ്ങനെ വരുമ്പോൾ X, അപ്പോൾ ഇതിൽ CRൻ്റെ എത്രയാണ്? 6 ആണ്. +6 ആണ് കേട്ടോ, +6 ആണ്. ചാർജ് ഒന്നും ഇല്ലെങ്കിൽ +2 കൊടുക്കണം. നെക്സ്റ്റ്, അടുത്തത് നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ കിട്ടും. എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒക്കെ നമ്മൾ വേറെ പറയണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇതാ ഈ ഒരു സാധനം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണെങ്കിൽ നോക്കി, നിങ്ങൾ ഇവിടെ സീൻ്റെതാണ് കണ്ടുപിടിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, =0 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഒരു ചാർജ് ഉണ്ട്, -2 ഉണ്ട് ചാർജ്. അപ്പോൾ -2 എന്നേ കൊടുക്കാൻ പാടുള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. ചാർജ് ഉണ്ടെങ്കിൽ =, ആ ചാർജ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി X നമ്മൾ കാർബൺ അല്ലേ കണ്ടുപിടിക്കണം. അപ്പോൾ കാർബൺ X ഉണ്ട്, ഒരു കാർബൺ ഉള്ളതുകൊണ്ട് X മാത്രം. പ്ലസ് ഓൻ്റെ എത്രയാണ്? -2 അല്ലേ, -2 എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ X - 6 = -2 എന്ന് വരും. അപ്പോൾ X = എന്ത് വരും? -2 + 6 എന്ന് വരും. അപ്പോൾ +4 എന്ന് വരും. കാർബണിൻ്റെ +4 എന്ന് കിട്ടും. സിമ്പിളാണ്, വളരെ സിമ്പിൾ. അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഇത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നെങ്കിൽ സ്റ്റോക്ക് നൊട്ടേഷനോ ഇതോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇനി അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റോക്ക് നൊട്ടേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. സ്റ്റോക്ക് നൊട്ടേഷൻ ഇതേപോലെ തന്നെ. നിങ്ങൾ ഇപ്പോൾ ഇതിലൊരു മെറ്റൽ ഉണ്ടാവും. ഈ മെറ്റൽ ഇതിലിപ്പോൾ AU ആണ് മെറ്റൽ, ഇതിൽ MN ആണ്, ഇതിൽ Fe ആണ്, ഇതിൽ TI ആണ്. ഓക്കെ, ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഓക്സിഡേഷൻ നമ്പർ ഇപ്പോൾ ഇതിൻ്റെ 3 ആണ് കിട്ടുക കണ്ടുപിടിക്കുമ്പോൾ, ഇതിൻ്റെ 4 ആണ് കിട്ടുക, ഇതിൻ്റെ 2 ആണ് കിട്ടുക, ഇതിൻ്റെ 4 ആണ് കിട്ടുക. അത് നമുക്ക് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊരു ബ്രാക്കറ്റിൽ റോമൻ ലെറ്റേഴ്സിൽ കൊടുക്കുക. അത് അതേപോലെ റോമൻ ലെറ്റേഴ്സിൽ കൊടുക്കുക. റോമൻ ലെറ്റർ അറിയാലോ, അത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 3 ആണ് കിട്ടുന്നതെങ്കിൽ H, ആ മെറ്റൽ എടുക്കുക കേട്ടോ. മെറ്റലിൻ്റെ AUൻ്റെ കണ്ടുപിടിക്കുക. AU ആണ് അവിടെ മെറ്റൽ. എന്നിട്ട് അതവിടെ റോമൻ ലെറ്ററിൽ 3 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? Cl4 അതുപോലെ തന്നെ എഴുതുക. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. അതിലൊരു മെറ്റൽ ഉണ്ടാവും. ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിൽ കൊടുക്കുക, റോമൻ ലെറ്ററിൽ കൊടുക്കുക. അതാണ് ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ ഒന്ന് ഫ്രീ ആ. മറ്റേത് പഠിച്ചാൽ അത് വേറെ പഠിക്കണ്ടാ. ഇത് അതേ സാധനം തന്നെയാണ്. ഇതെന്ത് ചെയ്താൽ ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രം. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് പക്കയാക്കി കഴിഞ്ഞു കേട്ടോ. 2 ക്വസ്റ്റ്യൻ പക്കയാക്കി കഴിഞ്ഞു. ഇനിയുള്ള ക്വസ്റ്റ്യൻ കൂടുതലും റെഡോക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. റെഡോക്സ് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് അതിൽ ഫുൾ മാർക്ക് അടിക്കണം കേട്ടോ. നമുക്കതിൽ ബാലൻസിങ് മാത്രമേ കുറച്ച് വലുതായിട്ട് വരുന്നുള്ളൂ. പക്ഷേ മോഡൽ എക്സാമിനൊന്നും ബാലൻസിങ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബാലൻസിങ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിനും ഉണ്ടായിരുന്നില്ല, മോഡൽ എക്സാമിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നെ അതിന് അധികം ചോദിക്കുക. കാരണം ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ ഒരു 4 മാർക്കൊക്കെ എന്തായാലും അതിന് പോകും. ഒരു 3 മാർക്ക് 4 മാർക്ക് പോകും. പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടി അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് കുറയും.
കേട്ടോ. പിന്നെ വേറെ ഒന്നും വരില്ല, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസിങ് പഠിക്കാം. ഓക്കെ, എന്നോ നോക്കി എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ? ഓക്സിഡേഷനും റിഡക്ഷൻ എന്താ? രണ്ട് കൺസെപ്റ്റിൻ്റെ കേസിൽ, ഒന്ന് ഇലക്ട്രോണിക് കൺസെപ്റ്റിലും ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റിലും പറയണം. ജസ്റ്റ് ഞാൻ ആദ്യം എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറയാം. നോക്കി നിങ്ങൾ, ഇതൊരു റിയാക്ഷനാണ് അല്ലേ? ഇതിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ എഴുതാം. Zn ഒറ്റയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ 0. ഇത് അയോൺ അല്ലേ, Cu2+, അപ്പോൾ +2. ഇതിൻ്റെ എത്രയാണ്? +2. ഇതിൻ്റെ എത്രയാണ്? 0. ഒറ്റയ്ക്കാണ് 0. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ Zn2+ ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2ലേക്ക് എത്തി. കൂടുതലല്ലേ ചെയ്ത് ഇങ്ങനെ കൂടുന്നതിന്, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓക്സിഡേഷൻ എന്ന് പറയാം. ഇവിടെ നോക്കിയേ, Cu2+ൻ്റെ +2 ആ. ഇവിടെ പക്ഷേ Cuവിൻ്റെ എന്താണ്? 0 ആയി. Cu2+ Cu ആയപ്പോൾ +2 എന്തായി? 0 ആയി. കുറയല്ലേ ചെയ്തത്. ഇതിനെ നമ്മൾ പറയും റിഡക്ഷൻ. കുറയുകയാണെങ്കിൽ റിഡക്ഷൻ. ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ഇന്ന് ശ്രദ്ധിച്ചോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റിലാണ് എങ്ങനെ പറയാൻ പറ്റും? ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ ഈസ് കാൾഡ് ഓക്സിഡേഷൻ, ഡിക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈസ് കാൾഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും, ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ എന്ന് പറയും. ഇനി ഇലക്ട്രോണിക് കൺസെപ്റ്റിന് ഉണ്ടല്ലേ, ഇലക്ട്രോണിക് Zn+2+ ആവുന്നതാണ് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കല്ലേ. അപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ പറയും എന്ത്? ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്ത്? റിഡക്ഷൻ. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നും ഓർത്തേക്കേണ്ട. ഈ ഒരു എഴുത്ത് തന്നെ ഓക്സിഡേഷൻ എന്ന് എഴുതുന്നതിൽ തന്നെ ഞാൻ അതിൻ്റെ എല്ലാ ഡെഫിനിഷൻസും ഉണ്ടാക്കി തരും, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി മക്കളെ. ഓക്സിഡേഷൻ നമ്പർ ഏഷൻ എന്ന് പറഞ്ഞാൽ കൂടുമല്ലേ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിന് നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്സിഡേഷൻ അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിന്, ഏഷൻ എന്ന് പറഞ്ഞാൽ കൂടുക, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ റിഡക്ഷൻ എന്താ? ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഇനി ഇതിൻ്റെ മുന്നിലൊരു എൽ ഇട്ട് നോക്കിയേ, ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഓക്സിഡേഷൻ. മറ്റെന്തായിരിക്കും? അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. നെക്സ്റ്റ് ഓക്സിഡേഷൻ അല്ലേ, ഓക്സിജൻ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിജൻ ആഡ് ചെയ്യുന്നതിന് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ മറ്റൊരു റിഡക്ഷൻ എന്താ? ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതിന് റിഡക്ഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആ പേര് തന്നെ, ആ ഓക്സിഡേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടടാ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതാനുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കി ഇതാവും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ദ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് അല്ലേ, അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് റിഡക്ഷൻ. അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ അല്ലേ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. ഓക്സിഡേഷൻ കൺസെപ്റ്റ് അല്ലേ, ഏഷൻ കൂടുകയാണെങ്കിൽ ഓക്സിഡേഷൻ, മറ്റെന്തായിരിക്കും? റിഡക്ഷൻ. ഓക്സിഡേഷൻ്റെ കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മറ്റേതെന്താണ്? സെയിം ആണ് മക്കളെ. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് കൊടുത്തോ. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ പ്ലസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, മറ്റെന്താണ്? ഗെയിനിങ് എന്ന് പറഞ്ഞാൽ മതി, മറ്റേ ലോസിങ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ്, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയും, ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ എന്ത് പറയും? റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്, തെർമോഡൈനാമിക്സ് ഒരു ചോദ്യമായിട്ട് അടുത്ത് വന്നിരിക്കുന്നു. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? എന്താണ് എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്താണ് യൂണിറ്റ് ഓഫ് എൻട്രോപ്പി അല്ലേ? എന്നാ ശ്രദ്ധിച്ചോ എന്താ മക്കളെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കിയേ, ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക, NaCl എന്ന് പറഞ്ഞ ഗ്യാസിലുള്ള ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക. എത്ര മോളാണ് ഉണ്ടാവുന്നത്? 1 മോളാണ് ഉണ്ടാവുന്നത്. ആരൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കും ഈ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക? അയോണുകൾ കൂടി ചേർന്നിട്ട്. ഏതൊക്കെ അയോണാ? Na+ ഗ്യാസും NaCl ഗ്യാസും, Cl- ഗ്യാസും. ചിലക്കൊരു കിളി പോക്കുണ്ട്. Cl- ഗ്യാസ്, ഈ 2 ഗ്യാസിലുള്ള അയോൺസ് കൂടി ചേർന്ന് ഈ ഒരു NaCl ഉണ്ടാവുക. ഇവിടുത്തെ എൻതാൽപ്പി ആവില്ല, ഇവിടെ എത്തുമ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ΔH, ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസിൽ നിന്ന് ഫോം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു എൻതാൽപ്പിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ എൻതാൽപ്പിയിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കണ്ടോ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when 1 mole of ionic compound is formed corresponding gaseous ion. ഗ്യാസ് സ്റ്റേറ്റിലുള്ള അയോൺസ് കൂടി ചേർന്ന് അതിൻ്റെ ഗേഷ്യസ് കോമ്പൗണ്ട്, 1 മോൾ ഗേഷ്യസ് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം, നമ്മുടെ തെർമോഡൈനാമിക്സ് തന്നെയുള്ള അടുത്തൊരു ചോദ്യം നോക്കി നിങ്ങളിതാ.
ഹൗ റിലേഷൻഷിപ്പ് ഓഫ് എൻതാൽപ്പി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എന്തൊരു റിലേഷൻഷിപ്പ് ചോദിച്ചാലും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, എൻതാൽപ്പിയും എൻട്രോപ്പിയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതാണ് ആ ഇക്വേഷൻ. ഗോൾ അടിച്ചു, റൊണാൾഡോ ഗോൾ അടിച്ചു, യുറേക്ക, റൊണാൾഡോ ഗോൾ അടിച്ചു. ഗോൾ അടിച്ചു എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഗോൾ ഹിറ്റ്സ് എന്നാ പറയാ. ഗോൾ അടിച്ചു. ആ ഗോളിൻ്റെ ജി, ഹിറ്റ് എച്ച്, ഈ ഐ ഇല്ലേ, ഐ ഒന്ന് ചെരിച്ചിട്ടാ, ടി എസ്. ഇതാണ് അതിൻ്റെ റിലേഷൻ. എച്ച് സി ഈക്വൽ ടു എച്ച് മൈനസ് ജി സി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജിയാണ്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പിയാണ്, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. അപ്പോൾ ഈ മൂന്നാളിൽ ആരൊക്കെ തമ്മിലുള്ള രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഇനി ഡെൽറ്റ ജി ചേഞ്ച് കൂടി കൂട്ടി കഴിഞ്ഞാലോ, ഡെൽറ്റ ജി ഇട്ട് കഴിഞ്ഞാൽ ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഒരിക്കലും ടിക്കും പിക്കും നമ്മൾ എന്ത് ഇട്ട് കൊടുക്കില്ല, ഡെൽറ്റ ഇട്ട് കൊടുക്കില്ല സാധാരണ കേട്ടോ. അതൊരു ടിപ്പായിട്ട് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഹീറ്റ് കപ്പാസിറ്റി മാത്രം നമ്മൾ ടിക്കൊക്കെ ഡെൽറ്റ ഇട്ട് കൊടുക്കും, ബാക്കിയുള്ളതിലൊന്നും നമ്മൾ ടിക്ക് ഡെൽറ്റ, ടിക്കും പി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇത് എഴുതി കൊടുക്കാം, ജി is equal to എച്ച് മൈനസ് ടി എസ്. അടുത്ത ക്വസ്റ്റൻ എന്താ, യൂണിറ്റ് ഓഫ് എൻട്രോപ്പി അല്ലേ. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി എന്താ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോർഡർനെസിൻ്റെ അളവ്. ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ മോളിക്യൂൾസ് എത്രത്തോളം ഡിസോർഡർ ആയിട്ട് പറഞ്ഞു കേൾക്കാതെ നിൽക്കുന്നു, ആ ഡിസോർഡർനെസിൻ്റെ അളവിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഈസ് കാൾഡ് എൻട്രോപ്പി. അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൾ പെർ കെൽവിൻ പെർ മോൾ കേട്ടോ. ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അതൊക്കെ ഇതാ പ്രേമലൂല് ആദ്യം നമ്മുടെ റീനുവിനോട് പറയുന്നുണ്ട്, മക്കളെ ജെ കെ മോളെ, ഈ മോളോടാണ് ജെ കെ മോളെ എന്ന് പറയുന്നത്. എന്നിട്ട് ആ വരയ്ക്കുന്നതാണ് മൂപ്പര കൈ കൊണ്ടിരുന്നത്. ഇത് കാണിക്കറിയില്ലേ. ഓക്കെ, അപ്പോൾ ജെ കെ ജൂൾ പെർ കെൽവിൻ പെർ മോൾ, ആ ഇടലാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്, ആ കൈ കൊണ്ട് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും പ്യൂരിഫിക്കേഷനിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോ. ഡിസ്റ്റിലേഷൻ, വെറും ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ അത് അനിലിനും ക്ലോറിനും വേർതിരിക്കാനാണ്. അനിലിനും ക്ലോറിനും നിറഞ്ഞ ക്ലോറിൻ അല്ല കേട്ടോ, അനിലിനും ക്ലോറോഫോമും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. പ്യൂരിഫിക്കേഷൻ്റെ മെത്തേഡാണ്. നിങ്ങൾ അയച്ചാൽ മതി, അനിലേനോട് ക്ലോറോഫോമിൻ്റെ അടുത്ത് നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞു. അനിലേനോട് ക്ലോറോഫോമിൻ്റെ അടുത്ത്, ക്ലോറോഫോമിൻ്റെ മണത്തങ്ങല്ലോ, അതിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാനില്ലേ എന്ന്, ക്ലോറോഫോമിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാനില്ലേ എന്ന് ഓർത്തച്ചാൽ മതി കേട്ടോ, പഠിച്ചേക്കാം. പിന്നെ ഫ്രാക്ഷണൽ ക്രൂഡ് ഓയിൽ വേർതിരിക്കാനാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഫക്രു എന്ന് ആലോചിച്ചാൽ മതി, ഫക്രു എന്ന് ആലോചിച്ചാൽ മതി. ഫക്രു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രൂഡ് ഓയിൽ, ഫ്രാക്ഷണൽ ക്രൂഡ് ഓയിൽ, ഫക്രു എന്നാലോചിച്ചാൽ മതി. ഇനി റെഡ്യൂസ്ഡ് നിങ്ങൾ കുറയ്ക്കണം. എന്ത്? നിൻ്റെയൊക്കെ സ്പെൻഡിങ് കുറയ്ക്കണടാ, നിൻ്റെയൊക്കെ ഫോൺമക്കളി കുറയ്ക്കണം, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കണം, എല്ലാം കുറയ്ക്കണം. സ്പെൻഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു കുറയ്ക്കലുണ്ടാവും. അപ്പോൾ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറാണ് എന്ത്, സ്പെൻഡ്. ഗ്ലിസറോളും സ്പെൻഡിലിയും വേർതിരിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീമാണ്, അനിലിനും വാട്ടറും കേട്ടോ. അനിൽ എന്ത് ചെയ്തു, ആവി പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. ആവി എന്ന് പറയുമ്പോൾ വാട്ടർ സ്റ്റീമാണല്ലോ, അപ്പോൾ ആവി പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വേണ്ടിയില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും ഇതിന്നൊരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മോഡൽ എക്സാമിന് ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇതിന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളെ കഴിഞ്ഞ പോലത്തെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് കഴിഞ്ഞ പോലത്തെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഫ്രാക്ഷൻസ് ഓഫ് ക്രൂഡ് ഓയിൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യുന്നത് ഏത് പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക് വെച്ചിട്ടാണെന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു മക്കളെ. എന്നാൽ ഉയരയിലേക്ക് ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് ജോയിൻ ചെയ്യണം. നമ്മുടെ സ്വന്തം +2ൻ്റെ ആദ്യം തൊട്ട് തന്നെ പക്കയായിട്ട് പോകുന്ന നമ്മുടെ സ്വന്തം ഉയരെ ബാച്ച് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക. ഒട്ടും സമയം വൈകിക്കേണ്ട. ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു വീഡിയോ കൂടി ഉണ്ടാവും, അതുമായിട്ട് ഞാൻ വരും. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.